സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 1785 പേർ പിടിയിലായി. ഈ പ്രതികളടക്കം ഒരാഴ്ചക്കിടെ തൊഴിൽ വിസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച ആകെ 21,103 വിദേശികളാണ് പിടിയിലായത്. രാജ്യവ്യാപകമായി വിവിധ സുരക്ഷാ വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയിൽ പുതുതായി പിടിയിലായവരിൽ 12,997 പേർ വിസ നിയമം ലംഘിച്ചവരാണ്. 5,657 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 2,449 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. അതിർത്തി വഴി നുഴഞ്ഞു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് 1785 പേർ പിടിയിലായത്. ഇതിൽ 56% എത്യോപ്യക്കാരും 43% യമനികളും 1% മറ്റ് രാജ്യക്കാരുമാണ്. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ അതിർത്തി പോസ്റ്റുകളിൽ വെച്ച് 55 പേരും പിടിയിലായി. ഇത്തരം നിയമലംഘകർക്ക് ഗതാഗത താമസ സൗകര്യങ്ങൾ ഒരുക്കിയവരും നിയമലംഘനം മൂടിവെക്കാൻ ശ്രമിച്ചവരും അത്തരക്കാർക്ക് ജോലി നൽകിയവരുമായ 18 പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. നിലവിൽ അറസ്റ്റിലായ 14,100 പേരുടെ നിയമ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇവരെല്ലാം നാടുകടത്തൽ കേന്ദ്രങ്ങളിലാണ് കഴിയുന്നത്. ഇതിൽ 12,700 പേർ പുരുഷന്മാരും 1,380 പേർ സ്ത്രീകളുമാണ്. 4,800 പേരുടെ നാടുകടത്തൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ രേഖകൾ അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറിയിട്ടുണ്ട്. 2,558 പേരുടെ വിമാന ടിക്കറ്റ് റിസർവേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ കാലയളവിൽ 15,400 പേരെ നാടുകടത്തുകയും ചെയ്തു. അതേസമയം നിയമലംഘകർക്ക് താമസ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് 15 വർഷം തടവും 10 ലക്ഷം റിയാൽ പിഴയുമാണ് ശിക്ഷയെന്നും വാഹനവും വീടും കണ്ടുകെട്ടുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. അബുദാബിയിൽ വാഹന പാർക്കിങ്ങിന് ഇനി കൂടുതൽ ചെലവേറും. എമിറേറ്റ് നടപ്പിലാക്കി വരുന്ന അബുദാബി മൊബിലിറ്റി സംരംഭത്തിന് അനുസൃതമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വ്യാപിപ്പിച്ചതോടെയാണിത്. പുതുതായി ഖലീഫ കൊമേഴ്സ്, എത്തിഹാദ് പ്ലാസ ഏരിയകളിലാണ് പാർക്കിങ്ങിന് പണം അടയ്ക്കുന്ന രീതി ആരംഭിച്ചത്. SW2, SC45, SC48 മേഖലകളിൽ ജൂലൈ 29 മുതൽ മവാക്കിഫ് അഥവാ പാർക്കിംഗ് സംവിധാനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അൽമിരീഫ് സ്ട്രീറ്റിലെ എത്തിഹാദ് എയർവേസിന്റെ ആസ്ഥാനത്താണ് സെക്ടർ SC48 സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 694 പാർക്കിംഗ് സ്ഥലങ്ങളാണുള്ളത്. ഇതിൽ 3 സ്ലോട്ടുകൾ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അൽമിരീഫ് സ്ട്രീറ്റിനും അൽ ഇബ്സ്താമ സ്ട്രീറ്റിനും ഇടയിലുള്ള എത്തിഹാദ് പ്ലാസയിലാണ് സെക്ടർ SC45 സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭിന്നശേഷിക്കാർക്കുള്ള 17 സ്ലോട്ടുകൾ ഉൾപ്പെടെ 1,283 പാർക്കിംഗ് സ്ഥലങ്ങളാണുള്ളത്. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ UAEയിലാണ് താമസിക്കുന്നത്. സൗദി അറേബ്യയ്ക്കാണ് 2ാം സ്ഥാനം. ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിച്ചതാണ് ഇക്കാര്യം. നിലവിൽ GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം 9 ദശലക്ഷം കടന്നതായും അദ്ദേഹം അറിയിച്ചു. ഫിൻടെക്, ഹെൽത്ത് കെയർ, ഇൻഫർമേഷൻ ടെക്നോളജി, എഞ്ചിനീയറിംഗ്, ബാങ്കിംഗ് തുടങ്ങി ഉയർന്ന യോഗ്യതയുള്ള മേഖലകൾ മുതൽ ക്ലീനർമാർ, വീട്ടുജോലിക്കാർ, ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, നിർമ്മാണ രംഗം തുടങ്ങിയ ബ്ലൂ കോളർ ജോലികൾ വരെയുള്ള മേഖലകളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയുടെ നടത്തിപ്പിനായുള്ള വിവിധ ടെൻഡറുകൾ മസ്കറ്റ് നഗരസഭ അധികൃതർ ക്ഷണിച്ചു. പരസ്യ സ്ക്രീനുകളുടെ വിതരണം, ഇൻസ്റ്റാളേഷൻ, ഖുറം നാച്ചുറൽ പാർക്ക്, നസീം പാർക്ക്, അമ്രാദ് പാർക്ക് എന്നിവിടങ്ങളിലെ തിയേറ്ററുകളുടെ പ്രവർത്തനം, ഇതിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എന്നിവയാണ് പ്രധാന ടെൻഡറുകളിൽ ഉൾപ്പെടുന്നത്. കൂടാതെ ഡ്രോൺ ഡിസ്പ്ലേ പ്രവർത്തിപ്പിക്കൽ, വിനോദ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ എന്നിവയ്ക്കും ടെൻഡറുകൾ ലഭ്യമാണ്. താൽപ്പര്യമുള്ള കമ്പനികൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഈ ടെൻഡറിംഗ് വെബ്സൈറ്റ് വഴി ബിഡ് സമർപ്പിക്കണം. ടെൻഡർ ഡോക്യുമെന്റുകൾ വാങ്ങുന്നതിനുള്ള സമയപരിധി അടുത്ത മാസം 17 ബിഡ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ 3. ചരിത്രവും പാരമ്പര്യവും കലകളും ഭക്ഷണവും ആഘോഷിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ സാംസ്കാരിക പരിപാടികളിലൊന്നാണ് മസ്കറ്റ് ഫെസ്റ്റിവൽ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വരെ ഒമാനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മിക്ക ഗവർണറേറ്റുകളിലും വ്യത്യസ്ത തീവ്രതയുള്ള ഒറ്റപ്പെട്ട മഴ പെയ്തേക്കും. ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയ മഴയും ഉണ്ടായേക്കാം. വാദികളും നിറഞ്ഞൊഴുകും. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ വ്യക്തമാക്കി.
അതേസമയം ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിലും ദോഫാറിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചിരുന്നു. കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു. കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി. അവാബി, ബുറൈമി, നിസ്വ, റുസ്താഖ്, ഇബ്രി, ജബലക്തർ, ഹംറ, യങ്കൽ, മുദൈബി, ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ പ്രദേശങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വ്യത്യസ്ത ദിവസങ്ങളിലായി മഴ പെയ്തത്. വിവിധ ഭാഗങ്ങളിൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. തുടർച്ചയായ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. തണുത്ത കാറ്റും അനുഭവപ്പെട്ടു. ഖരീഫ് സീസൺ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രംഗത്ത്. ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലും സിവിൽ ഡിഫൻസ് ആംബുലൻസ് വിഭാഗങ്ങളുടെയും കോൾ സെന്റർ നമ്പറുകൾ പുറത്തുവിട്ടു. ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായങ്ങൾക്കായി ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഖരീഫ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ നടപടികളുമായി റോയൽ ഒമാൻ പോലീസും സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളിലും ഒരുക്കിയ സ്റ്റേഷൻ പോയിന്റുകളിലെയും പോലീസ് സ്റ്റേഷനുകളിലെയും കോൾ സെന്റർ നമ്പറുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഓരോ സ്റ്റേഷനുകൾക്കിടയിലെ യാത്രാദൂരവും പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നമ്പറുകളിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തവർക്ക് 9999 എന്ന ടോൾ ഫ്രീ നമ്പറിലും 24 മണിക്കൂറും പോലീസുമായി ബന്ധപ്പെടാം. QR കോഡ് ഉപയോഗിച്ചും പോലീസ് നമ്പറുകൾ സംഘടിപ്പിക്കാനും സേവനങ്ങൾ ഉപയോഗപ്പെടുത്താനും സാധിക്കും. ഖരീഫ് സഞ്ചാരികളിൽ അധിക പേരും ദോഫാറിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ദോഫാറിലേക്കുള്ള യാത്രയിലും ഗവർണറേറ്റിനകത്തും വാഹനമോടിക്കുന്നവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ മധ്യവേനൽ അവധിക്കാലം കഴിഞ്ഞ് ക്ലാസുകൾ ആരംഭിക്കുമ്പോഴും നാട്ടിൽ നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ടിക്കറ്റ് നിരക്ക് തിരിച്ചടിയാകുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നാട്ടിലേക്ക് പോയവർ തിരിച്ചെത്തുന്നത് വർദ്ധിച്ചതോടെ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള ടിക്കറ്റ് നിരക്കും ഉയരുകയാണ്. താരതമ്യേന ഉയർന്ന നിരക്ക് കൊച്ചി, മസ്കറ്റ്, തിരുവനന്തപുരം, മസ്കറ്റ് സർവീസുകളിലും കുറഞ്ഞ നിരക്ക് കോഴിക്കോട്, മസ്കറ്റ്, കണ്ണൂർ, മസ്കറ്റ് റൂട്ടിലുമാണ്. എന്നാൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം സെക്ടറുകളിൽ നിന്നെല്ലാം സലാലയിലേക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്നുണ്ട്. അടുത്ത ദിവസം കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് 175 റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക്. തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്ക് 123 റിയാലും, കണ്ണൂരിൽ നിന്ന് 93 റിയാലും, കോഴിക്കോട് നിന്ന് 77 റിയാലുമാണ് ചെലവ് വരുന്നത്. കൊച്ചിയിൽ നിന്നും സലാലയിലേക്ക് 117 റിയാലും, തിരുവനന്തപുരത്ത് നിന്നും 123 റിയാലും, കോഴിക്കോട് നിന്ന് 93 റിയാലുമാണ് വിമാന ടിക്കറ്റ് നിരക്ക്. മറ്റ് കമ്പനികളുടെ നിരക്ക് ഇതിനും മുകളിലാണ്. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മധ്യവേനൽ അവധി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മടക്ക ടിക്കറ്റ് നിരക്കുകൾ കുറവാണെന്ന് ട്രാവൽ ഏജൻസികൾ അറിയിക്കുന്നു. ഇതിനിടെ ഒമാനിൽ നിന്നും കേരള സെക്ടറുകളിലേക്കുള്ള നിരക്കുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യത്തോടെ നിരക്ക് ഇനിയും കുറഞ്ഞേക്കുമെന്നും ട്രാവൽ രംഗത്തുള്ളവർ പറയുന്നു. ഡിസംബറിൽ വീണ്ടും നിരക്ക് ഉയരും. നിലവിൽ കുറഞ്ഞ നിരക്കിൽ ഓഫർ പ്രഖ്യാപിച്ച് ഒമാൻ ബജറ്റ് എയർലൈനായ സലാം എയറും രംഗത്തുണ്ട്.